ഇപ്പോൾ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ മറ്റു കോടതി തീരുമാനമെടുക്കട്ടെ. എന്തായാലും നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഇത്തരത്തിൽ ആശുപത്രിക്ക് മൃതദേഹം കൈമാറും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 4 മണിക്ക് അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാവുകയും 4 മണിക്ക് ഈ മൃതദേഹം കൈമാറുകയും ചെയ്യും എന്നാണ് ജില്ലാ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതിയുടെ തീരുമാനപ്രകാരം തന്നെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും CPM-ന്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത് അല്ലേ. ഏതായാലും ഒരു തീരുമാനം എടുക്കുന്നത് വരെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിന് കോടതിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അർജുൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ലോറൻസിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ടല്ലോ, അവരുടെ കൂടി നമുക്ക് പ്രതികരണം തേടേണ്ടതുണ്ട്. ശ്യാം ദേവരാജിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്യാം, എന്തൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? ഏതായാലും മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയാണ്. തൽക്കാലം മെഡിക്കൽ കോളേജിന് കൈമാറുന്നില്ല എന്നത് തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെയാണ്. മൃതദേഹം തൽക്കാലം മെഡിക്കൽ കോളേജിന് കൈമാറാനാകില്ല. ഇക്കാര്യത്തിൽ അനാട്ടമി നിയമപ്രകാരമാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ അതോറിറ്റിക്ക്, അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ആശാ ലോറൻസ് ഒരു പരാതി നൽകിയിരുന്നു, എതിർപ്പ് അറിയിച്ചിരുന്നു. ഈ MM ലോറൻസിൻ്റെ മൃതദേഹം ഈ ആശുപത്രിക്ക് കൈമാറുന്നതിൽ ഒരു എതിർപ്പ് അറിയിച്ചിരുന്നു. ആ എതിർപ്പിന്മേൽ, അല്ലെങ്കിൽ ആ ഒബ്ജക്ഷന്മേൽ, ആ എതിർപ്പിന്മേൽ ഈ ഉദ്യോഗസ്ഥൻ തീരുമാനമെടുത്തിട്ടില്ല. ഉദ്യോഗസ്ഥൻ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് ആശാ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇന്ന് നൽകിയ ഇടക്കാല ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അതോറിറ്റിക്ക് ഉദ്യോഗസ്ഥന് നൽകിയ പരാതിയിൽ ഉദ്യോഗസ്ഥൻ എത്രയും വേഗം തീരുമാനമെടുക്കണം. അതുവരെയും മൃതദേഹം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കണം, മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്ന കാര്യം മാത്രമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ആശാ ലോറൻസ് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ നടപടി, ആശാ ലോറൻസ് നേരത്തെ ആശാ ലോറൻസ് നൽകിയ ഹർജിയിലാണ് മൃതദേഹം ഈ ഉദ്യോഗസ്ഥൻ തീരുമാനമെടുക്കും വരെയും സൂക്ഷിക്കാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. MM ലോറൻസ് കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം അനുസരിച്ചാണ് മെഡിക്കൽ കോളേജിന് സമ്മതപത്രം നൽകിയത് എന്നാണ് 2 മക്കൾ ML സജീവനും ഒപ്പം സുജാത ബോബനും ഹൈക്കോടതിയെ അറിയിച്ചത്. സ്റ്റേറ്റ് അറ്റോർണിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത്. ഇത്തരമൊരു സമ്മതപത്രം ലഭിച്ചിട്ടുണ്ട്, ഇങ്ങനെ 2 പേർ സമ്മതം നൽകിയിട്ടുണ്ട് എന്ന കാര്യം സ്റ്റേറ്റ് അറ്റോർണി ഹൈക്കോടതിയെ അറിയിച്ചു. അക്കാര്യവും കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഈ ഹർജി തീർപ്പാക്കിയത്. ഹർജി തീർപ്പാക്കുമ്പോൾ ആ ഉത്തരവിൽ, ഇതൊരു ഇടക്കാല ഉത്തരവെന്നല്ല, ഇതൊരു അന്തിമമായ ഉത്തരവാണ്. മകന്റെ പ്രതികരണം വരുന്നുണ്ട്.